ഏറ്റവും ബഹുമാനാദരവുള്ള ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാവനമായ റബീഉൽ അവ്വൽ മാസം സുന്ദരമായ ഈ സുദിനത്തിൽ നിങ്ങളുമായി സംവദിക്കാൻ അവസരം നൽകിയ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. സൂര്യനും ചന്ദ്രനും അടക്കം കോടാനം കോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന അത്ഭുതകരമായ ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിന്റെ കാരണം അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മുത്ത് റസൂലിനെ സ്നേഹിക്കാതെയും പാതകൾ പിൻപറ്റാതെയും എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ സാധിക്കുക? കാരണം എന്നെയും എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെയും ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടിപ്പിന് പോലും കാരണം ആ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് ലൗലാ കലിമാ ഖലഖതൽ അഖ്ലാഖ്, നബിയേ അങ്ങയില്ലായിരുന്നുവെങ്കിൽ നാം ഈ ലോകത്തെ പോലും സൃഷ്ടിക്കില്ലായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, അവസാനം അവിടെ നിന്ന് വിട പറയുന്ന സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് മന്ത്രിച്ച് പറഞ്ഞ ആ റസൂലിനെ അതിരേറ്റ് സ്നേഹിക്കാൻ നാം ഏവരുടെയും ബാധ്യതയാണ്. കത്തിജ്വലിക്കുന്ന സൂര്യന് മുന്നിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന മനുഷ്യർ ആദം നബി മുതൽ സർവ്വ നബിമാരുടെ സന്നിധിയിൽ ചെന്നുകൊണ്ട് രക്ഷ ആവശ്യപ്പെടുമ്പോഴും രക്ഷകനായി എത്തുന്നത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണെന്ന സത്യം നമ്മെ കൂടുതൽ ആവേശഭരിതരാക്കുന്നു. മനുഷ്യരോട് മാത്രമല്ല സഹജീവികളോടും കരുണ പുലർത്താനാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തിലുള്ളവരോട് നിങ്ങളോട് കരുണ കാണിക്കും എന്ന തിരുവചനം അതാണ് സൂചിപ്പിക്കുന്നത്. തള്ളപ്പക്ഷിയിൽ നിന്നും അതിന്റെ കുഞ്ഞുങ്ങളെ വേർപിരിച്ച അനുജനോട് അതിനെ തിരികെ വെച്ച് കരുണ പുലർത്താനാണ് പ്രവാചകൻ കൽപ്പിച്ചത്. നിന്റെ അയൽവാസി അവിശ്വാസിയാണെങ്കിൽ പോലും നീ അവനെ ബഹുമാനിക്കുക എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല എന്നുകൂടി പഠിപ്പിച്ചിട്ടുണ്ട്. സമയക്കുറവ് മൂലം ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല, നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ കൊച്ചു പ്രഭാഷകനെ ഞാൻ നിർത്തുന്നു.